ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. 49,999 രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം. ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, LED ഹെഡ്ലൈറ്റ്, വിശാലമായ സ്റ്റോറേജ് സ്പേസ്, ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത. അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ്, ഉദുവടി, ചേലക്കര. ഫോൺ 6238627700 9567597700. ദേശമംഗലം വറവട്ടൂരിൽ അളവിൽ കവിഞ്ഞ ക്വാറി ഖനനത്തിനെതിരെയും നിയമാനുസൃതമല്ലാത്ത ടോറസ് ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങളുടെ സഞ്ചാരത്തിനെതിരെയും പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇടപെട്ടതിനെ തുടർന്നാണ് നാട്ടുകാർ താൽക്കാലികമായി സമര പരിപാടികൾ അവസാനിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തും പറ്റുകയാണെങ്കിൽ കളക്ടറെ നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കും. വരാൻ പറ്റുകയാണെങ്കിൽ അല്ലേ, അതിൽ നാട്ടുകാരൊക്കെ പങ്കെടുക്കുക. മീറ്റിംഗ് ഇതേപോലെ നമ്മളൊരു കോറി നിർത്താൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടതാ. ലാസ്റ്റ് 3 ആളായിട്ട് ഒതുങ്ങിയതാ. ചർച്ച ചെയ്യാൻ പോകുമ്പോൾ മിനിമം 40 ആളെങ്കിലും സാധാരണക്കാർ ഇതിലെന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഈ വണ്ടി തടുക്കാനും പിടിക്കാനായിട്ട്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന വറവട്ടൂർ പ്രദേശത്ത് സ്വകാര്യ വ്യക്തി നടത്തുന്ന ക്വാറി ഖനനത്തിനെതിരെയാണ് നാട്ടുകാരുടെ വൻ പ്രതിഷേധം അരങ്ങേറിയത്. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ റോഡിലൂടെ ടോറസുകൾ ഉൾപ്പെടെയുള്ള അമിതഭാരം കയറ്റിയ വലിയ വാഹനങ്ങൾക്ക് പോകാൻ അനുമതിയില്ലെന്നിരിക്കെ കരിങ്കൽ ക്വാറിയിൽ നിന്നും അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ റോഡിന്റെ ഇരുവശങ്ങളിലും കേടുപാടുകൾ സംഭവിക്കുകയും പൊടിശല്യം മൂലം ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്യുന്നതിനെതിരെയാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് നാട്ടുകാർ ക്വാറിയുടമയെ ഇതേ കാര്യം പറഞ്ഞ് സമീപിച്ചുവെങ്കിലും യാതൊരുവിധ കാര്യവുമുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് ജില്ലാ പഞ്ചായത്ത് റോഡാണ്. 10 വീല് 12 വീല് ടോറസ് ഒന്നും ഓടാൻ അനുമതിയില്ലാത്ത റോട്ടിലൂടെ ഇത്ര വലിയ വണ്ടികൾ പോകാൻ പാടില്ല. ഇവിടെ വലിയൊരു കോറി ഇവിടത്തേക്കുണ്ട്, KMH എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ 4 ദിവസം മുന്നേ അവരോട് പറഞ്ഞതാണ് ഇത്രയും വലിയ വണ്ടികൾ ഇതിനെ പോകാൻ പാടില്ല, ഇതിനുള്ള റോഡ് കപ്പാസിറ്റി ഇല്ല എന്നുള്ളത്. അവരതിനെ വ്യക്തമായി നഗ്നമായി ലംഘിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് ഇതിനെ ആ വണ്ടികൾ വീണ്ടും ഓടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയാണ് ഈ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ കോറി തന്നെ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് വളരെ വിപത്തായിട്ട് ജനങ്ങൾക്ക് ഏറ്റവും ജീവനും സ്വത്തിനും ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വീടുമ്പൾക്ക് കല്ല്, റോട്ടിലേക്ക് കല്ല് വീഴുക, അതുപോലെ തന്നെ വീടുകളൊക്കെ പൊട്ടി വീണ്ട് കീറുക, ഇത്തരത്തിലുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ കോറി കൊണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിന് പുറമെ ഈ ചെറിയ റോഡിലൂടെ ഇത്തരം വലിയ വലിയ ടോറസ് വാഹനങ്ങൾ കല്ലെടുത്ത് പോകുന്നത് കൊണ്ടുള്ള ഭവിഷ്യത്തുകൾ, പൊടി ശല്യം, അതുപോലെ തന്നെ ഇടുങ്ങിയ റോഡിലൂടെ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല. അതുപോലെ തന്നെ ഒരു ബൈക്ക് അതല്ലെങ്കിൽ ഒരു റോഡ് ആ വണ്ടിയുടെ പിന്നിൽ മറ്റൊരു വണ്ടി പെട്ടുകഴിഞ്ഞാൽ ഇവിടുന്ന് നെടുമ്പാശ്ശേരി എത്തുന്നത് വരെ ആ വണ്ടിക്ക് പിന്നെ കടന്നു പോകാൻ സൗകര്യമില്ല. ഇങ്ങനെ എന്നും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളാണ്. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പല പരാതികളും ഇത് സംബന്ധമായി കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും വ്യക്തമായൊരു മറുപടിയോ അതല്ലെങ്കിൽ നടപടിയോ ഇല്ലാത്ത സ്ഥിതിക്ക് ജനങ്ങൾ വളരെ പൊറുതിമുട്ടിയും കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി അത്തരം വണ്ടികൾ ഇതിനെ പോവുകയാണെങ്കിൽ നിർബന്ധമായും തടുക്കുമെന്ന് 4 ദിവസം മുമ്പ് ചെറുതുരുത്തി CIയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ വ്യക്തമായി ലംഘനം നടത്തിക്കൊണ്ടാണ് ഇന്നും വീണ്ടും ഈ വണ്ടികൾ ഓടിയിട്ടുള്ളത്. പ്രതിഷേധം കനത്തതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് SI-മാരായ AR നിഖിൽ, സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ഷിഹാബിന്റെ നേതൃത്വത്തിൽ ക്വാറി ഉടമയും നാട്ടുകാരും ചേർന്ന് ചർച്ച നടത്തുകയും തൊട്ടടുത്ത ദിവസം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജന്റെ അധ്യക്ഷതയിൽ ഇരുവിഭാഗങ്ങളെയും കൂടിയാലോചിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതുവരെയും താൽക്കാലികമായി ഇത്തരം വലിയ വാഹനങ്ങളുടെ സഞ്ചാരം നിർത്തിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തതോടെ നാട്ടുകാരുടെ സമരപരിപാടികൾ താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ.
കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും, വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവല്ലോമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലോമല. ഫോൺ 9845128760.